പ്രിയമുള്ള കോട്ടയം ജില്ലയിലെ പോലീസ് അസോസിയേഷന്റെ ഊർജ്ജസ്വലരായ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, പോലീസ് സംഘടനയുടെ വിവിധ തലങ്ങളിലുള്ള യോഗങ്ങൾ നമ്മുടെ സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇന്ന് നമ്മുടെ വിഭവശേഷി എത്രയുണ്ട്? ഉള്ള വിഭവശേഷിയെ ഫലപ്രദമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? എങ്ങനെ ഇന്നത്തെ ഈ പ്രതിസന്ധി മുറിച്ചു കിടക്കാനുള്ള അന്വേഷണം നമ്മൾ നടത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്, കേരളത്തിലെ പോലീസുകാരുടെ ആകെ അംഗസംഖ്യ എന്ന് പറയുന്നത് 44,614 കേരളത്തിലെ ഡിവൈഎസ്പി മുതലുള്ള കോൺസ്റ്റബിൾ വരെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അംഗസംഖ്യ സാങ്ഷൻഡ് പോസ്റ്റ് എന്ന് പറയുന്നത് 44,614. എക്സിസ്റ്റിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 36,087. 1/6/2010 ലേറ്റസ്റ്റ് കണക്കാണ്. ടോട്ടൽ വേക്കൻസി 8,527 വേക്കൻസിയാണ് നിലനിന്നിരുന്നത്. 2,585 റിക്രൂട്ട് പോലീസുകാർ ട്രെയിനിങ്ങിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ കേരളത്തിലെ ഡിവൈഎസ്പിമാർ അത് ARലും ബറ്റാലിയനിലും ലോക്കലിലും അങ്ങനെ അതിലെ എല്ലാ കണക്കുകളും കൃത്യമായി പോലീസ് സംഘടന നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നമ്മളൊക്കെ തന്നെ ധരിച്ചിരുന്നത് കേരളത്തിൽ 50,000 പോലീസ് ഉണ്ട് എന്നതാണ്. നമ്മളെല്ലാം പലപ്പോഴും പ്രസംഗങ്ങളിലൊക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നത് 50,000-ഓളം പോലീസുകാർ കേരളത്തിലുണ്ട് എന്നതാണ്. എന്നാൽ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം നമ്മൾ വസ്തുതാപരമായി ഓരോ ജില്ലയിലെയും ഓരോ യൂണിറ്റിലെയും കണക്കുകൾ ക്രോഡീകരിച്ചുകൊണ്ട് പോലീസ് സംഘടന ഈ കൃത്യമായ കണക്ക് ഡിപ്പാർട്ട്മെന്റിന്റെയും ഗവൺമെന്റിന്റെയും മുമ്പാകെ സൂചിപ്പിച്ചു. നിലവിലുള്ള അംഗസംഖ്യ വേക്കൻസി കൃത്യമായി നികത്താനുള്ള വളരെ ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനം കേരളത്തിലെ പോലീസ് സംഘടന നടത്തിയതിന്റെ ഫലമായി കേരളത്തിൽ 10,000-ഓളം വരുന്ന വേക്കൻസികൾ നികത്താനുള്ള നടപടിയാണ് കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചത്. അപ്പോൾ വന്ന വിമർശനം എന്താ? കേരളത്തിലെ PSCയുടെ റിക്രൂട്ട്മെന്റ് ടെസ്റ്റ് നടത്തുമ്പോൾ പോലും ഇത്ര വേക്കൻസി മുൻകൂട്ടി കൃത്യമായി നിജപ്പെടുത്തിയെങ്കിൽ മാത്രമേ അതിനനുസരിച്ചുള്ള ലിസ്റ്റും മെയിൻ ലിസ്റ്റും സപ്ലിമെന്ററി ലിസ്റ്റും PSC തയ്യാറാക്കൂ എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. 24,000 പേരടങ്ങുന്ന ഒരു ലിസ്റ്റ് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ സപ്ലിമെന്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റും അടക്കം പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അതിൽ നിന്ന് ഏകദേശം 12,000 പേരെ ഇന്ന് റിക്രൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ഇടപെടൽ കേരളത്തിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നതാണ് ഇന്ന് കേരളത്തിലെ മുഴുവൻ ക്രമാതീതമായി കുറച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയുന്നതാണ്. അതുമാത്രമല്ല, ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോലീസുകാരുടെ സേവനം ലഭ്യമാകാൻ കഴിയുന്നതാണ്. ഇന്ന് കേരളത്തിലെ ലോക്കൽ പോലീസുകാരുടെ ആവറേജ് പ്രായം എന്ന് പറയുന്നത് 47 വയസ്സാണ്. കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയപ്പോൾ ആ സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാരുടെയും പ്രായത്തിന്റെ തൃശൂർ ജില്ലയിൽ 164 പോലീസുകാരാണ് 5 വർഷത്തെ ലീവ് സമ്പാദിച്ച് വിദേശത്തേക്ക് പോയത്. എങ്കിലും ബോണ്ട് എമൗണ്ടായി ഇത് നിജപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് നമ്മൾ DGPമാരുടെ കത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. കാരണം പോലീസിൽ വരികയും ജോലി പരിശീലനത്തിന്റെ ഇടയിലും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മറ്റു ജോലിയിലേക്ക് പോകുന്ന പ്രവണത സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പോലും അതൊരു ആരോഗ്യകരമായ പ്രവണതയല്ല. കാരണം നമ്മുടെ അർഹമായ വേക്കൻസിയിലേക്ക് വരികയും ആ വേക്കൻസി പരിശീലന കാലത്തോ അല്ലെങ്കിൽ പരിശീലനം കഴിഞ്ഞ ഉടൻ തന്നെ മറ്റു ജോലികളിലേക്ക് പോകുന്നതിന് ഒരു ചെറിയ നിയന്ത്രണം വന്ന് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായി വേക്കൻസി ഇല്ലാതെ കൃത്യമായി വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള ഒരു നടപടിക്രമം എന്ന രൂപത്തിലാണ് ഈ ഇടപെടൽ നമ്മൾ പോലീസുകാർ ജോലി ചെയ്യുന്നത്. 2008 സെപ്റ്റംബർ മാസം 20-ാം തീയതിയിലെ പരേഡ് സ്റ്റേറ്റ്മെന്റ് കേരളത്തിൽ മൊത്തം എല്ലാ ലോക്കൽ സ്റ്റേഷനിലെയും അതുപോലെ തന്നെ AR ക്യാമ്പുകളുടെയും മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ 5,686 പോലീസുകാർ കേരളത്തിൽ അതർ ഡ്യൂട്ടി ചെയ്യുന്നതായി പോലീസിന്റേതല്ലാത്ത ജോലികൾ ചെയ്യുന്നതായി നമ്മൾ കണ്ടെത്തുകയുണ്ടായി. അതിൽ കണ്ടെത്തുമ്പോൾ ചില വിശേഷങ്ങൾ കാണുന്നത്, സർവീസിലില്ലാത്ത റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിൽ പോലീസുകാരുണ്ട്. ചില DGPമാരുടെ നാഗർകോവിലിലെ തോട്ടങ്ങളിൽ 5 പോലീസുകാർ നിൽക്കുന്നതായി കണ്ടു. അതുപോലെ തന്നെ ചില IGമാരുടെ അച്ഛന്റെ മരുന്ന് കമ്പനികളിൽ ലോഡിംഗ് തൊഴിലാളിയായിട്ടുള്ള പോലീസുകാർ, ചില ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കളയിൽ കുശിനിപ്പണിക്കാരനായി പോലീസുകാർ ഉള്ളതായി, വിദേശത്ത് ഡെപ്യൂട്ടേഷന് പോയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിൽ 5ഉം 7ഉം പോലീസുകാർ ഉള്ളതായി കണ്ടെത്തി. ഒരു DIGയുടെ വീട്ടിൽ 17 പോലീസ് ഡ്രൈവർമാർ നിൽക്കുന്നതായി നമ്മൾ കണ്ടെത്തി. ഇത് നമ്മൾ ഈ ചർച്ച ചെയ്തപ്പോൾ അതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട DGP ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറേയും ഡോക്ടർ D. സന്ധ്യ CPSനെയും ഡോക്ടർ വേണുഗോപാൽ SP വേണുഗോപാൽ സാർ അടങ്ങുന്ന 3 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് പഠനം നടത്തി സമഗ്രമായ റിപ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം എല്ലാ മുൻ ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിൽ നിന്നും മുൻ
മുഴുവൻ ആൾക്കാരെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ഇടപെടൽ നടത്തുകയും അതുപോലെ തന്നെ അൺഓതറൈസ്ഡ് ആയ കുട്ടികൾക്ക് മറ്റ് വെർബൽ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഡ്യൂട്ടികൾക്ക് പോകുന്ന പോലീസുകാരെ എല്ലാം തന്നെ അവരവരുടെ പാരന്റ് യൂണിറ്റിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട DGP ജേക്കബ് നിസാർ ചെയ്തത് എന്റെ പോലീസ് ഹെഡ്ക്വാർട്ടറിൽ നിന്ന് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന ഡെപ്യൂട്ടേഷൻ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വർക്കിംഗ് അറേഞ്ച്മെന്റ് ആയി IG-യുടെയും DGP-യുടെയും ഡോറ് തുറന്നു കൊടുക്കാൻ വന്നിട്ടുള്ള ലോക്കൽ ഹെഡ് കോൺസ്റ്റബിൾമാർ അടക്കമുള്ളവരെ എല്ലാം തന്നെ അതാത് യൂണിറ്റുകളിലേക്ക് തിരിച്ചയച്ചു.